ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് അഗെയിൻ പോകുന്നത് പറശ്ശിനിക്കടവ് ടെമ്പിളിലേക്കാണ്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തതാണെങ്കിൽ ഇതിൻ്റെ അവസാനം ഒരു സംഭവമുണ്ട്. ഗായ്സ്, കസിൻസ് എല്ലാവരും ഉണ്ട്. നമ്മൾ സ്റ്റെപ്പിലേക്ക് കൂടി ഇറങ്ങിപ്പോയത് കുറേ ഫാൻസീസൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഗായ്സ്, പിന്നെ നവരത്ന ടൂറിസ്റ്റ് ഹോമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കയറിയ പാട് തന്നെ ലെഫ്റ്റ് സൈഡിലെ സെക്കൻഡ് ഷോപ്പ്, അത് ഗായ്സ് എൻ്റെ ആപ്പൻ്റെ ഷോപ്പാണ്. അവിടെ കയറി നമ്മൾ കുറേ സാധനങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊഴുതിട്ട് ഫുഡും കഴിച്ചിട്ടാണ് ഗായ്സ് വരുന്നത് ഇങ്ങോട്ടേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് അമ്പലത്തിനെ പറ്റിയിട്ടൊന്നും പറയാത്തത്. ഗൈസ്, നെക്സ്റ്റ് ടൈം നിങ്ങൾ പറശ്ശിനിക്കടവ് വരുമ്പോൾ ഗൈസ് എൻ്റെ ആപ്പൻ്റെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകണം. അടിപൊളി ഷോപ്പാണ് ഗൈസ്. ഞാനൊരു ചെമ്മിൻ്റെ മോതിരം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 20 രൂപയായിരുന്നു. പിന്നെ ഗൈസ് ഇവിടെ എല്ലാ മോതിരത്തിനും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, എല്ലാത്തിനും ക്വാളിറ്റി അടിപൊളിയാണ്. ഒന്നിന് കളറൊന്നും പെട്ടെന്നൊന്നും പോവില്ല. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കുറേ സാധനങ്ങളും മോതിരവും അങ്ങനത്തെ കുറേ ഫാൻസി ഐറ്റംസ് എല്ലാം ഇവിടെ കുറേ ഉണ്ട്. അങ്ങനെ കുറച്ചെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നോക്കുന്നതിനിടയ്ക്ക് സമയം പോകുന്ന അറിഞ്ഞില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എൻ്റെ കുഞ്ഞമ്മേൻ്റെ ഷോപ്പിലേക്കാണ്. അത് കുഞ്ഞമ്മ ഒരാഴ്ച ആയാലും തുടങ്ങിയിട്ട്. ഈ ഒരു ഷോപ്പ് വരുന്നത് ബോട്ട് ജെട്ടീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമ്മൾ വന്നപാടെ തന്നെ മോരും വെള്ളമെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. റൂട്ട് ഞാൻ കാണിച്ചില്ല. പറശ്ശിനിക്കടവ് ആ ഒരു ബോട്ട് ജെട്ടി കഴിഞ്ഞ പാടെ തന്നെ കടവത്തൂർ സ്റ്റോറ് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ വളവുണ്ട്. അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ ഗൈസ് ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് എൻ്റെ കുഞ്ഞമ്മേൻ്റെ ഷോപ്പ്. ഗുഡ് ലക്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് അടുത്തായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിൽ പോയി. ഇവിടെ കുറേ കൂൾ ബാർ ഐറ്റംസാണ് ഉള്ളത്. പിന്നെ ഉപ്പിലിട്ടത് 2-3 എണ്ണമെല്ലാം ഉണ്ട്. എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പറശ്ശിനിക്കടവ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞമ്മേൻ്റെ ഷോപ്പിലും കൂടി കയറിയിട്ട് പോകണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഗൈസ്, നമ്മൾ വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ നല്ലൊരു ട്രിപ്പിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ കുഞ്ഞമ്മ. പിന്നെ കുറേ പുഴയെല്ലാം ബാക്കിൽ കാണാം. അങ്ങനെ നമ്മളും പോകുന്നതാണ്.